ഹായ് ഫ്രണ്ട്സ്, APL കാർഡുകാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 4 ലക്ഷം APL കാർഡുകാർക്ക്, വെള്ള നീല കാർഡുകാർക്ക് BPL ആവാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് 88 ലക്ഷം റേഷൻ കാർഡാണ് നിലവിൽ ഉള്ളത്. മുൻഗണനാ വിഭാഗത്തിൽ, അതായത് മഞ്ഞ നിറത്തിലും പിങ്കു നിറത്തിലുമുള്ള കാർഡുകൾ 35 ലക്ഷത്തോളം ഉണ്ട്. ഏകദേശം 5.5 ലക്ഷത്തോളം മഞ്ഞ കാർഡും താഴെ 31 ലക്ഷത്തിന് താഴെ പിങ്ക് കളർ കാർഡുമാണ് നിലവിൽ ഉള്ളത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ളത്. ഇനി മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട APL കാർഡ് നിലവിൽ സംസ്ഥാനത്തുള്ളത് ഒരു 52 ലക്ഷത്തോളം കാർഡാണ് ഉള്ളത്. ഓരോ സംസ്ഥാനത്തിനും ഇത്ര അളവ് BPL കാർഡ് എന്നുള്ളതുണ്ട്. അപ്പം അത്രയും വിഹിതമേ കേന്ദ്രത്തിൽ നിന്ന് BPL കാർഡിനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നീട് ആ BPL ലിസ്റ്റിലേക്ക് ആളെ ഉൾപ്പെടുത്തണമെങ്കിൽ കേന്ദ്രം വിഹിതം കൂട്ടുകയോ അല്ലെങ്കിൽ നിലവിലുള്ള BPL കാർഡുകാര് അതിൽ നിന്ന് ഒഴിവാകുകയോ ചെയ്യണം. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഒരു വസ്തുതയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഒരു കർശന നടപടി എടുത്തതിനെ തുടർന്ന് 4 ലക്ഷത്തോളം അനർഹരായ BPL കാർഡിൽ നിന്ന്, അനർഹരായ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുകാരെ ഈ BPL കാർഡിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഏകദേശം 1.25 കോടി രൂപയോളം നഷ്ടപരിഹാരമായി പിഴ അടപ്പിച്ചിട്ടുമുണ്ട്. APL ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ള മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട, അതായത് നീല വെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ വെറുതെ ഒരു അപേക്ഷ സമർപ്പിച്ചത് കൊണ്ട് അതിൽ കയറി പറ്റണമെന്നില്ല. കർശനമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ലിസ്റ്റിലേക്ക് കയറി പറ്റാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. അതായത് BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് വേണ്ട മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് പാടില്ല, 4 ചക്ര വാഹനം പാടില്ല, 1 ഏക്കർ സ്ഥലം പാടില്ല, സർക്കാർ ജീവനക്കാർ പാടില്ല, അതുപോലെ തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ പാടില്ല. ഇതുപോലുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഭൂരിഭാഗം APL കാർഡിൽ, അതായത് വെള്ള കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾ. നീല കാർഡുകാർ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഒന്നും ലഭിക്കാത്ത വെള്ള കാർഡിലും പാവപ്പെട്ട ആളുകളുണ്ട്. കാരണം ഒരു പുതിയ വീട് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് പോയിട്ടോ ഒരു പുതിയ കാർഡ് സംഘടിപ്പിക്കുമ്പോൾ, പുതിയൊരു കാർഡ് ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ വെള്ള കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വളരെയധികം പാവപ്പെട്ട ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരക്കാരൊക്കെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുന്നത്. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല. നിങ്ങൾ ഒരു സ്റ്റാമ്പ്, റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച വെള്ള പേപ്പറിൽ നിങ്ങളുടെ അപേക്ഷ എഴുതിയിട്ട് നിങ്ങളെ നിലവിലുള്ള റേഷൻ കാർഡും അതോടൊപ്പം അംഗങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പികളും ഇതിനോടൊപ്പം വെക്കുക. അതോടൊപ്പം ഏതെങ്കിലും ഒരു അംഗം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു അംഗത്തിന് അംഗവൈകല്യമോ മാനസിക പ്രശ്നങ്ങളോ മറ്റ് വലിയ രോഗങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ഇതിനോടൊപ്പം വെച്ച്, ഇനിയിപ്പോൾ സാധാരണ ഒരു വലിയ രോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടി വെച്ചതിന് ശേഷം സിവിൽ സപ്ലൈസ് ഓഫീസിൽ നേരിട്ട് ഈ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇതുവരെ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായി, അപേക്ഷ എവിടം വരെ ആയി എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിലില്ല. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഒരു സാഹചര്യം കൂടുതലാണ്. 4 ലക്ഷം ഒഴിവുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഇതൊരു അവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.